നമസ്കാരം. എല്ലാ ദിവസവും രാവിലെ ഏറെക്കുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ആദ്യമായിട്ടൊരു ശുഭദിനം നേരുന്നു. നമ്മൾ ഈ ഒരു ആഴ്ച മന്ത്ലി എക്സ്പയറിയിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ ഒരു 9 ദിവസം കൊണ്ട് നിഫ്റ്റി ഒരു 150 പോയിൻറ്റിൻ്റെ ഒരു അപ്സൈഡ് ക്രിയേറ്റ് ചെയ്ത് വളരെ കൺസോളിഡേഷൻ ആയിട്ടുള്ളൊരു രീതിയിലാണ് നിൽക്കുന്നത്. ഈ ഒരു മാസം ഏകദേശം ഒരു 2300-ലധികം പോയിൻറ്റിൻ്റെ ട്രേഡിംഗ് റേഞ്ച് ക്രിയേറ്റ് ചെയ്ത ഹൈ വോളറ്റൈൽ ആയിട്ടുള്ളൊരു മാസമാണ് നമുക്കുണ്ടായിരുന്നത്. ഫിനാൻഷ്യൽ സെക്ടറും IT സെക്ടറും എസ്പെഷ്യലി US നിന്ന് അസെഞ്ചർ എന്ന് പറയുന്ന കമ്പനി മികച്ച റിസൾട്ട് കാരണം IT സെക്ടറിലൊരു ഉണർവ് കണ്ടു. ഈ ഒരാഴ്ചയിൽ പ്രധാനമായിട്ടും GST കൗൺസിൽ അവരുടെ മീറ്റിങ്ങുകൾ എടുക്കുന്നുണ്ട്. അപ്പോൾ അതായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് സ്റ്റോക്കുകളിൽ റിയാക്ഷൻ കാണും. പ്രധാനമായിട്ടും ഫെർട്ടിലൈസർ കമ്പനീസിൽ GST കമ്പനിക്ക് അനുകൂലമായ രീതിയിൽ ഇളവും, അതുപോലെ തന്നെ ഗെയിമിംഗ് കമ്പനീസിന് അതിന് 28% GST ഉള്ളത്. അത് റിവ്യൂ ചെയ്യുമെന്നുള്ള ഒരു ന്യൂസൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഡെൽറ്റ കോർപ്പ്, നസാറ ടെക് ഉൾപ്പെടെയുള്ള കമ്പനീസും റാലി രേഖപ്പെടുത്തിയിരുന്നു. അപ്പോൾ അത് റിവ്യൂ ചെയ്യുമോ കുറയ്ക്കുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ വരും. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ബഡ്ജറ്റ് ഡേ ഒക്കെ വരികയാണ്, അത് സമയമുണ്ട് ബഡ്ജറ്റിന്. അപ്പോൾ മന്ത്ലി എക്സ്പയറി സ്വാഭാവികമായ രീതിയിലുള്ള വോളറ്റിലിറ്റി ഒക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കും. FIs കനത്ത ബൈയിങ് ആണ്, DIs കനത്ത ബൈയിങ് ആണ്. കഴിഞ്ഞ ആഴ്ച അവർ വിഭാഗം ആളുകളും ഏകദേശം ഒരു 8,000 കോടിക്ക് മുകളിൽ ബൈ നടത്തിയിട്ടുണ്ട്. മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സോണിലാണ് നിൽക്കുന്നത്. ഗ്ലോബൽ ഈവൻറ്റുകൾ നമുക്ക് അതേപോലെ തന്നെ റിയാക്ട് ചെയ്യും. ലോക്കൽ ക്യൂസുകൾ ഇനിയിപ്പോൾ കുറവാണ്. ഗ്ലോബൽ ഈവൻറ്റ് നോക്കുകയാണെങ്കിൽ US നിന്ന് GDP ഡേറ്റയൊക്കെ വരാനുണ്ട്. അതുപോലെ തന്നെ പല യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും പല കീ ഈവൻറ്റുകളെല്ലാം തന്നെ വരാനുണ്ട്. അതൊക്കെ യഥാക്രമം റിഫ്ലക്റ്റ് ചെയ്യും. കാരണം ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് ഇവിടെ ഇനി വലിയ ഈവൻറ്റുകളൊന്നുമില്ല. ഇനിയിപ്പോൾ ബഡ്ജറ്റും ഇന്ന് ഒരു GST കൗൺസിലിൻ്റെ ആ ഒരു മീറ്റിങ്ങും ബഡ്ജറ്റും ഒക്കെയാണ് ഇനിയിപ്പോൾ ഉള്ള നമ്മുടെ ഈവൻറ്റ്. ഇനി ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇനിയിപ്പോൾ ഗ്ലോബൽ ഈവൻറ്റുകൾ അനുസരിച്ച് റിയാക്ട് ചെയ്താണ് മുന്നോട്ട് മാർക്കറ്റ് പോകുകയുള്ളൂ. അപ്പോൾ ഇന്ന് പ്രധാനമായിട്ട് കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് നമുക്ക് ആദ്യം പോകാം. ആദ്യമായിട്ട് ഉള്ളത് കാർ ട്രേഡ് ടെക് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. ഇവർക്ക് ഹൈഡൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഇവരുടെ ഒരു പ്രൊമോട്ടേഴ്സ് ഗ്രൂപ്പ് കാർ ട്രേഡ് ടെക്കിൻ്റെ ഏകദേശം ഒരു 7% സ്റ്റേക്ക് വിൽക്കാനായിട്ടുള്ളൊരു പദ്ധതി ഉണ്ട് എന്ന് എക്സ്ചേഞ്ചിനെ അറിയിച്ചിട്ടുണ്ട്. വേദാന്ത കമ്പനി ഇവർ ശക്തമായിട്ട് പറയുന്നത് പ്രൊമോട്ടേഴ്സ് ഇനി ഫർദറായിട്ട് സെല്ല് ചെയ്ത് വിറ്റ് മാറുന്നില്ല എന്നുള്ളതാണ് കമ്പനി വീണ്ടും അടിവര ഇട്ട് പറയുന്നത്. ഫെർട്ടിലൈസർ സ്റ്റോക്ക് നമ്മൾ ഓൾറെഡി തന്നെ പറഞ്ഞു. ഇവർ GST കൗൺസിലിന് ഒരു റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. GST ഇളവ് കൊടുക്കാനായിട്ട് ഓൾറെഡി തന്നെ ഫെർട്ടിലൈസർ കമ്പനീസ് എല്ലാം തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ ഇത് പ്രകാരം റാലി രേഖപ്പെടുത്തിയത് നമ്മൾ കണ്ടിരുന്നു. സിപ്ല കമ്പനി ഇവരുടെ US ഡ്രഗ് കൺട്രോൾ അതോറിറ്റി സിപ്ലയിലെ പ്ലാന്റിൽ ഒരു ഇൻസ്പെക്ഷൻ നടത്തി 6 ഒബ്സർവേഷൻസ് റൈസ് ചെയ്തിട്ടുണ്ട്. ബയോകോൺ കമ്പനിയും സമാനമായ രീതിയിൽ US ഡ്രഗ് കൺട്രോൾ അതോറിറ്റി ഇൻസ്പെക്ഷൻ നടത്തി. ഇവരും ഏകദേശം ഒരു 4 ഒബ്സർവേഷൻസ് റൈസ് ചെയ്തിട്ടുണ്ട്. ലുപ്പിൻ കമ്പനി US ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ ഇൻസ്പെക്ഷൻ നടത്തി. വേറെ ഈ ഒരു ഒബ്സർവേഷൻസ് ഒന്നും തന്നെ റൈസ് ചെയ്തിട്ടില്ല. സക്സസ്ഫുള്ളി EIR ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. EIR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഇൻസ്പെക്ഷൻ റിപ്പോർട്ടാണ്. US ഡ്രഗ് കൺട്രോൾ അതോറിറ്റി യഥാക്രമം ഈ ഫാർമ സെക്ടറിലുള്ള കമ്പനീസിൽ ഇൻസ്പെക്ഷൻ നടത്തും. അവർ ഒബ്സർവേഷൻ കൊടുക്കുന്നത് അത് നെഗറ്റീവായിട്ടും ഈ EIR റിപ്പോർട്ട് കിട്ടുന്നത് പോസിറ്റീവായിട്ടാണ് ഫാർമ കമ്പനീസിന് വരുന്നത്. PB ഫിൻടെക് കമ്പനി 50 കോടി രൂപയുടെ ലോൺ ഡിസ്ട്രിബ്യൂഷൻ പുതിയതായിട്ട് കിട്ടി. അതോടുകൂടിയിട്ട് 200 കോടി രൂപയുടെ ലോൺ ഡിസ്ട്രിബ്യൂഷനാണ് ഈ ഒരു കാലയളവിൽ അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് ലോൺ. GSW സ്റ്റീൽ കമ്പനി, GSW എനർജി കമ്പനി ഇവർക്ക് 300 മെഗാവാട്ട് കപ്പാസിറ്റി ഉള്ള സോളാർ ഹൈബ്രിഡ് പ്രൊജക്റ്റിൻ്റെ ഓർഡർ കിട്ടി. ബ്ലൂ ക്ലൗഡ് സോഫ്റ്റ്വെയർ കമ്പനിക്ക് ഇവർക്ക് രചന ഗ്രാമീൺ ഹൈസ്കൂളിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഓർഡർ കിട്ടി. വാമ ഇൻഡസ്ട്രീസ് കമ്പനി 74 കോടി രൂപയുടെ ഒരു ഓർഡർ കിട്ടി. PNB ഹൗസിംഗ് കമ്പനി ഏഷ്യ ഓപ്പർച്യൂണിറ്റി ഫണ്ട് PNB ഹൗസിങ്ങിലെ ഏകദേശം ഒരു 2.4% സ്റ്റേക്ക് വിൽക്കുകയാണെന്നുള്ള ന്യൂസ് ഉണ്ട്. ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക് 20% ഇവരുടെ റവന്യൂ ഫോർകാസ്റ്റ് കമ്പനി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ. സദവ് ഷിപ്പിംഗ് കമ്പനിക്ക് ഹിന്ദുസ്ഥാൻ ഓഫ് ഷോർ സർവീസിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പുതിയൊരു ഓർഡർ കിട്ടി. ഇരു കമ്പനികളും ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. സ്കൈ ഗോൾഡ് കമ്പനി ജ്വല്ലറി സെഗ്മെൻറ്റിലുള്ള കമ്പനിയാണ്. ഇവർ മംഗൾസൂത്ര സ്റ്റാർ എന്ന് പറയുന്ന കമ്പനിയായിട്ട് 50 കോടി രൂപയ്ക്ക് ഈ മംഗൾസൂത്ര സ്റ്റാറിനെ പൂർണ്ണമായിട്ടും ഏറ്റെടുത്തിട്ടുണ്ട്. JSW എനർജി കമ്പനി ഇവർ പുതിയ
സോളാർ ഹൈബ്രിഡ് പ്രൊജക്റ്റ് ഓർഡർ കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് കമ്പനി US-ൽ നിന്ന് 405 കോടി രൂപയുടെ ഒരു എക്സ്പോർട്ട് ഓർഡർ അവർക്ക് കിട്ടിയിട്ടുണ്ട്. ന്യൂജൻ സോഫ്റ്റ്വെയർ കമ്പനി $1.4 മില്യൺ വരുന്ന ഒരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് കമ്പനി സൈൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ ഒരു മൊമെൻറ്റിലുള്ള ന്യൂസുകൾ. ഇനി നമുക്ക് ഗ്ലോബൽ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏഷ്യൻ മാർക്കറ്റ് പൊതുവെ നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണ്. ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിൻ 1447 പോയിൻ്റ് ഇടിഞ്ഞു. അതിന് താഴെയുള്ള ഗോൾഡ് $2318, ഗോൾഡും ഇടിഞ്ഞിരുന്നു. ബ്രന്റ് ഓയിൽ 84, ഓസ്ട്രേലിയ ഇടിവിലാണ്, ചൈന ഇടിവിലാണ്, കൊറിയ നെഗറ്റീവ്, നിക്കി ജപ്പാൻ പോസിറ്റീവാണ്, ഡോ നെഗറ്റീവായ രീതിയിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 23,500 സ്പോട്ട്, 24,000, 23,000 സപ്പോർട്ട് റെസിസ്റ്റൻസ് സോണുകളായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. PCR 0.92. ബാങ്ക് നിഫ്റ്റി 57,700 സ്പോട്ടുള്ളത്, 52,000 റെസിസ്റ്റൻസ് ആണ്, 52,500 റെസിസ്റ്റൻസ് ആണ്. സപ്പോർട്ട് 51,000 ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഫിൻ നിഫ്റ്റി 23,000 ഫിൻ നിഫ്റ്റിയുടെ സ്പോട്ടുള്ളത്. മേജർ റെസിസ്റ്റൻസ് സോൺ 23,200, 500 റേഞ്ചുകൾ, സപ്പോർട്ട് 22,700, 22,500 റേഞ്ചുകളാണ് നിലവിൽ നമുക്ക് ഉള്ളത്. അതായത് ഇപ്പോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് എല്ലാം തന്നെ വളരെ അകലത്തിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. പുട്ട് കോൾ റേഷ്യോ നിഫ്റ്റിയിൽ ഫേവറബിളായ രീതിയിലാണ്, 1 എന്നുള്ള രീതിയിലാണ്. എന്നാൽ മറ്റുള്ള ഇൻഡെക്സുകളിൽ, അതായത് ഫിൻ നിഫ്റ്റിയിലൊക്കെ 1 താഴെയാണ് ഉള്ളത്. ഫിൻ നിഫ്റ്റിയുടെ എക്സ്പയറി നാളെയാണ്. ഇന്ന് ബാങ്ക് എക്സിൻ്റെ എക്സ്പയറി ആണുള്ളത്. അപ്പോൾ പൊതുവേ പ്രീമിയംസ് എല്ലാം തന്നെ വളരെ കുറവാണ്. ഓപ്ഷൻ റൈറ്റേഴ്സിന് പ്രീമിയംസ് കുറവായ ഒരു അവസ്ഥയാണ് ഉള്ളത്. എന്നാൽ മാർക്കറ്റ് സ്പൈക്ക് ചെയ്ത് പോകുമ്പോൾ പ്രീമിയം 3 ടൈംസും 5 ടൈംസൊക്കെ സ്പൈക്ക് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ട്രിക്റ്റ് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ട്രേഡ് ചെയ്യുന്നതായിരിക്കും ഓപ്ഷൻ റൈറ്റേഴ്സിന് ഈവൻ എല്ലാവർക്കും ഗുണം. എസ്പെഷ്യലി ഓപ്ഷൻ റൈറ്റേഴ്സ് ശ്രദ്ധിക്കുക. കാരണം വളരെ പ്രീമിയം കുറഞ്ഞ ഒരവസ്ഥയിൽ, പ്രീമിയം എന്നാൽ കൂടുമ്പോൾ വലിയ ശക്തമായിട്ട് കൂടുന്നുണ്ട്. അപ്പോൾ സ്റ്റോപ്പ് ലോസ് വെക്കാതെ ഈ ഒരു സാഹചര്യത്തിൽ ട്രേഡ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഭീകരമായ രീതിയിൽ പരിക്കുകൾ പറ്റാൻ സാധ്യതയുണ്ട്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ട് അതുപോലെ കോൾ സൈഡിലൊക്കെ വലിയൊരു റാലിയൊക്കെ രേഖപ്പെടുത്തിയത്. അപ്പോൾ എനിവേ വൈകിട്ട് 7 മണിക്ക് വിശദമായിട്ടുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടായിട്ട് എത്താം. മറ്റുള്ള ഡീറ്റെയിൽസ് നമ്മളുടെ ടെലഗ്രാം ചാനലുണ്ടാവും. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, ട്രേഡബിൾ ടാബിലുണ്ട്, അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു മാർക്കറ്റ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.